കുഴഞ്ഞ ചീറ്റിൽ തന്നെ കയറ്റി ആമേൻ ഹല്ലേലൂയ 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് ആമേൻ കാൽകളെ പാരമെന്നെത്തി എന്റെ മനത്തെ സുസ്ഥിരമാക്കി ആമേൻ നിന്റെ കാൽകളെ പാറമേൽ നിർത്തി എന്റെ മനത്തെ സുസ്ഥിരമാക്കി ആമേൻ പുതിയൊരു പാട്ട് എനിക്ക് തന്നു എന്നും സ്തുതികൾ തന്നെ ആമേൻ പുതിയൊരു പാട്ട് എനിക്ക് തന്നു യേശുവിന് എന്നും സ്തുതികൾ തന്നെ ആമേൻ ഹല്ലേലൂയ 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന് ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന് ആമേൻ യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ അവൻ കാലം ആസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ അവൻ ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊരുളും നാമൻ ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം ആമേൻ രോഗ ദുഃഖങ്ങളും മരണമതും എല്ലും നീ ഭയപ്പെടാതെ ആമേൻ രോഗ ദുഃഖങ്ങളും മരണമതും എല്ലും നീ ഭയപ്പെടാതെ ദേഹം മണ്ണോട് ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും ആമേൻ ദേഹം മണ്ണോട് ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും ആമേൻ ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം ആമേൻ ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം ആമേൻ യേശു മണവാൾ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ ആമേൻ യേശു മണവാൾ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ ആമേൻ കാലം ആസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ ആമേൻ ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം ആമേൻ ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം ആമേൻ ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം ആമേൻ ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം ആമേൻ യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ അവൻ കാലം ആസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ എന്റെ ദേശം ഇവിടെയല്ല ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ ആമേൻ എന്റെ ദേശം ഇവിടെയല്ല ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ ആമേൻ അക്കരെയാണ് എന്റെ ശാശ്വത നാട് അക്കരെയാണ് എന്റെ ശാശ്വത നാട് അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട് അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട് ആമേൻ എന്റെ ദേശം ഇവിടെയല്ല ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ ആമേൻ എന്റെ ദേശം ഇവിടെയല്ല ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ ആമേൻ അക്കരെയാണ് എന്റെ ശാശ്വത നാട് അക്കരെയാണ് എന്റെ ശാശ്വത നാട് അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട് ആമേൻ അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട് ആമേൻ എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ലെന്ന് വെച്ചിരുന്നേ എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും ചുമക്കുന്നൻ ഭാരമെല്ലാം എന്റെ ചുമലിൽ ഓ എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും ചുമക്കുന്നൻ ഭാരമെല്ലാം എന്റെ ചുമലിൽ
എല്ലാമേ നിന്റെ ദേശം. ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. ആമേൻ, നിന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. ആമേൻ, അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അക്കരെയാണ് എന്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്, ഓ അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. ആമേൻ, എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ലെന്ന് ഉറച്ചിടുന്നു. എനിക്കായി കരുതുവാൻ ഇകത്തിരില്ലേ ഒന്നും, ചുറ്റും ഭാരമെല്ലാം നിന്റെ ചുമരിൽ. ഓ എനിക്കായി കരുതുവാൻ ഇകത്തിരില്ലേ ഒന്നും, ചുറ്റും ഭാരമെല്ലാം നിന്റെ ചുമരിൽ. ആക്കോടു നിന്നെ പോഷിക്കും ഈ സിയോൻ യാത്രയിൽ, മുൻപോട്ടു തന്നെ ഓടുന്നു ആമിൽ ലഭിക്കും നിശ്ചയം. എനിക്ക് ശത്രുക്കളാരുമേ കൊണ്ടുപോകും പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും. ദൂതന്മാരുടെ മധ്യത്തിൽ ആമേൻ പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും. ദൂതന്മാരുടെ മധ്യത്തിൽ എന്റെ ഭാഗ്യകാലം ഓർക്കുമ്പോഴെന്നുള്ളം തുള്ളും. ഈ ലോക സുഖം കഴിയ ആ ഭാഗ്യം കണ്ടപ്പോൾ നിത്യമാം സന്തോഷം പ്രാപിക്കും അന്നു ഞാൻ. ശത്രുവിനതു എടുപ്പാൻ പാടില്ല, ആനന്ദം കൂടിടും സാനന്ദം പാടിടും. ശ്രീയേശുരാജൻ മുൻപാകെ ആമേൻ ആനന്ദം കൂടിടും സാനന്ദം പാടിടും. ശ്രീയേശുരാജൻ മുൻപാകെ കുഞ്ഞാത്തിൻ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. ഞാൻ ജയം പാടിയിടും ആമേൻ. ഭാഗത്വം രക്ഷക സ്തുതിനീലക്കെന്നും എന്നെ നീ അതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ. ആയുസിന്നാളെല്ലാം നന്ദിയോടടി വണങ്ങും ആമേൻ. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസിന്നാളെല്ലാം നന്ദിയോടടി വണങ്ങും. എന്റെ ഭാഗ്യകാലം ഓർക്കുമ്പോഴെന്നുള്ളം തുള്ളും. ഈ ലോക സുഖം കഴിയപ്പോൾ ആമേൻ നിത്യമാം സന്തോഷം പ്രാപിക്കും അന്നു ഞാൻ. എൻ ശത്രുവിനതു എടുപ്പാൻ പാടില്ല, തൊടുകയില്ല. യേശുവിൻ രക്തമെന്നാശ്രയം, രക്തമെൻ മറവിടമേ, രക്തമെൻ കോട്ടയുമേ. തിരുനീണത്താൽ എന്നെ വാങ്ങിയവൻ ഹൃദയത്തിൽ വസിക്കുന്നതാ. തിരുനീണത്താൽ എന്നെ വാങ്ങിയവൻ ഹൃദയത്തിൽ വസിക്കുന്നതാ. പ്രാണന്റെ ഉടയവനേ, പ്രാണൻ കയ്യിലല്ലേ. പ്രാണന്റെ ഉടയവനേ, പ്രാണൻ കയ്യിലല്ലേ. പ്രാണന്റെ ഉടയവനേ, പ്രാണൻ കയ്യിലല്ലേ. പ്രാണന്റെ ഉടയവനേ, പ്രാണന്റെ ഉടയവനേ, പ്രാണൻ കയ്യിലല്ലേ. സന്ദേഹമെന്തിൻ സോദരരെ, നിനക്കുള്ളതല്ലോ. സന്ദേഹമെന്തിൻ സോദരരെ, നിനക്കുള്ളതല്ലോ. നദി നിന്നെ കവിയില്ല സോദരരെ, അണഞ്ഞിടും ശക്തിയാൽ അലറുന്ന സിംഹം മിണ്ടാതെയാ തീർന്നിടും അതിബലം നിന്നുള്ളിലേ. ചുഴലിക്കൊടും കാറ്റോ വൻതീരമാലകളോ പടകിനോടടുക്കുവാൻ കഴിയതില്ല. നായകനേശുണ്ട്, പടകിനോടടുക്കുവാൻ കഴിയതില്ല. നായകനേശു പ്രാണന്റെ ഉടയവനേ, പ്രാണന്തൻ കയ്യിലല്ലേ. സന്തോഷമെന്തിന് സോദരരെ, നീക്കുള്ളതല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ആർത്ത് വിളിച്ചൊരിക്കൽ കൂടെ മഹത്വപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹി ഹാസ് ഡിസൈൻഡ് ദിസ് ഡേ, ഹി ഹാസ് പ്രീഡെസ്റ്റൈൻഡ് ദിസ് ഡേ ഫോർ us. ഹല്ലേലൂയ. മക്കൾ എന്നുള്ള സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുമ്പോൾ സന്തോഷത്തോടെ കർത്താവിനെ ആർത്ത് വിളിച്ചൊരിക്കൽ കൂടെ ഒന്ന് മഹത്വപ്പെടുത്തിക്കുക. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ.
Hallelujah. He is the honor of my life. He is the Lord of my life. When I declare that, everything is coming into my favor. Hallelujah. Hallelujah. So today I'm so glad to invite Justin brother amidst of us, and he's ready. He have already joined. So Justin brother, welcome to Canada. Even if it's online, it's a pleasure for us. And I think Justin brother does not need an introduction, because whoever listening to the inner chamber or whatever programs going on in our church, everyone is mentioning his name, because he has a lot of arrows in his quiver. He has a lot of things to do, and whatever duties are coming, whatever responsibilities are there, everyone is putting that one on his shoulders, and he's doing that job wonderfully, and he's used mightily in his hands. And I would like to welcome him once again, and let us pray for him, and he's going to minister in front of us. And let us hear from Jesus, not from Justin brother. Today, Jesus is going to talk through him, and let us take that word as a living seed, and it will give fruits. Hallelujah. Let us pray for him. Father, we bless Justin brother. We give him in your hands. Use him mightily among us. And whatever we are going to hear through him today, it is from you. We know that it is from you. And that words coming out of his mouth is directly from you, and it has life, and that life will fill us abundantly in our lives, in every area of our lives. That will get blessed, and we are eagerly waiting to hear from you, Jesus. And we give him into your hands. Seal him with your blood and use him mightily. Amen. And even in the coming days, let him be used mightily among the nations, everywhere, all around the globe, because we know that now all the boundaries has been broken, and we know that you are going to use people like anything, and let him be a useful weapon in your hands. And we bless him once again in the name of Jesus. Amen. 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 Justin brother, it's all yours. Amen. God bless you. Amen. Amen. Thank you, JB Uncle. Thank you. Praise God, everyone. Greetings to you all in the name of our Lord and Savior Jesus Christ, and also greetings to you all from our dear spiritual father, Tangu brother. Amen. It's a great joy to be ministering to each and every one of you all in Canada. As JB Uncle was telling earlier, that though we are separated by such long boundaries, but here through Zoom, Lord has prepared a way for us to communicate or meet each other, and Lord has opened new doors for us to minister and praise His name all over the world. Amen. And today, as we are in the presence of the Lord, before we go forward, let us all close our eyes, and let us all, I know you have been worshiping, let us all close our eyes and let us all experience Jesus as we move forward right now, as we hear what Lord wants to speak to us. Let us all experience Him first. Let us all experience Him, because this is the day the Lord has made for us. Each and every one of you all, wherever you are, whichever room you are right now, close your eyes and tell Jesus, Lord, I am ready, Jesus. Because Jesus is here for people who are passionately, who are desperately seeking to have communion with Him, seeking Him completely. And today, let our minds not be divided among anything. Let our hearts, let our thoughts not go or not run here and there, but let it experience Him completely. Right now, in that room where you are seated, experience the presence of Jesus. It is not just you or some other person with you. It is not just you and your family, but Jesus is there with you. Father, I know that you are here to attest every word I speak and everything which I'm going to say, oh Lord Jesus. I know that you are there, Lord, confirming that, Lord Father. But before we get into that, Jesus, I want you to manifest yourself to those who love you. Yes, Lord, anyone who loves you in this meeting, Jesus, it is your promise that you will show yourself to them. And today, for that family, Lord, which is troubled in their heart, right now, in the name of Jesus, give them the assurance, Lord Father.
Give them the assurance that you are there, Lord Jesus. O Rama Kaseneri Antuna Rama Shantuna. Yes, right now, that family which is struggling, which is troubled in their hearts, right now, you are listening to me. Jesus is assuring you by his presence, by his word, saying that I will never leave you nor forsake you. It is he who has held our hand. Oh Jesus, I know you are there. And his love is so immense right now itself for us to experience that. And I'm sure each and every one is able to experience that. Yes, Jesus. To those who love him, he reveals himself, he manifests himself to them. Even if there is one person loving Jesus in this Zoom meeting, which I'm sure there is, Jesus is ready and Jesus is willing to manifest himself. Right now itself, Lord, that love which is beyond all understanding, the peace which is beyond all understanding, O Lord Father, let it engulf people, O Lord Jesus. Oh, this is not the time to just look here and there. This is not the time to be bothered at something else. This is the time to just be with our Lord. Oh, thank you, Jesus. Oh, Ramashi Tharandere. We know that you are here, Jesus. And as we move ahead, O Lord Father, Lord, speak to us today because only you know the hearts, O Lord. Only you know the motives of our heart. You know what is going on in houses. You know what is going on in our lives. And I know, Jesus, that you have an answer for everything, O Lord. Bless everyone. Thank you for your immense love. In the name of Jesus we pray. Amen. 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 I believe we have started off soaking in his presence. Amen. Because wherever Jesus is, it is his promise that he will manifest himself to those who love him. Many a times, unknowingly, what happens is because we minister in meetings, because we are regularly used to in-house gathering of people, we are used to hearing responses, right? Especially in Heavenly Feast. In Heavenly Feast meetings, without responses, the meeting is not complete. So we are used to people shouting, used to people clapping, used to people saying hallelujah in between. All that is there. But even in all that sound, even in all that noise which is going on, the Lord is really seeking out for people whose heart craves for Jesus. Amen. And even today, I know in this Zoom meeting, Jesus is here constantly searching for people whose heart completely beats for him today. Amen. And even if there is one person like that in this Zoom meeting, I am sure that he is going to open the doors of heaven and he's going to fill your rooms with that glory which is there right now in heaven. Amen. You want to know how it is right now in heaven, just like how it is in your room. Right now, the atmosphere in heaven is the same as it is in your room. If you say, no, brother, I don't feel anything, what is this? You're saying that is heaven like this? Because you are in him. Most of the time, what happens is we love to talk about our experience or having a very unusual experience in Jesus, which is good. Which is good that we, time and again, we get confirmed by the experience, by a supernatural experience in the Lord. But what we need to understand and acknowledge is that we are in Christ. Each and every one of us, we have been born again, and right now we are in Christ. We are not out of him. We are in Christ. And because of that, we are experiencing him each and every second. Amen. I don't know how many of you would agree, but 99.9% of the time, I don't have any supernatural experience in any meetings. Honest. I don't have any supernatural experience. Does that mean the Lord is not there? Not at all.
And I'm not surprised by it also, because I am in him. Because I am in Jesus, I need not have a supernatural experience to acknowledge it. Hallelujah. Only when I'm out of it is when I get suddenly taken aback. Oh, I need an experience right now. But time and again, Jesus confirms us. It is his love that he surprises us. And I'm telling you all today, get ready for surprises. Get ready for surprises in your personal life, in your family, in your house, in your ministry. And I know that Lord is going to use one of you all mightily wherever you are. Oh, Rama Shamban. Yes, Holy Spirit is telling me very clearly, not only in personal life, not only in your work, but the Lord is going to use you all beyond your understanding. Beyond your understanding. You might have, the problem with us is that we just think that, okay, this is the way the Lord will use us, this is the way the Lord will lead us, or this is the new normal now. No, we haven't even got a clue about what the Lord is planning. And let me tell you, when the Lord plans, it is marvelous in our sight. All those who believe say amen. Oh Jesus, amen. And today the Lord wants to confirm us. Each and every meeting, whenever we gather, it is actually, I would say, we are confirming our bond with Jesus once again. Every Sunday or Saturday, whenever we gather, every prayer cell, every care cell, whatever meeting it might be, we are confirming our bond. We are once again deciding, confirming our minds or setting our minds on Jesus. Hallelujah. And what is the need for that? Because our mind goes astray time and again. No matter who we are, our mind starts to grab things from this world. From the news we read, from the news we hear, or from what we see, from whom we talk to, our mind starts grabbing all these things. And then it starts to speak those things. That is when we think in our head that, oh, I'm not that great, or I'm not that useful, I'm not that effective. I'm sure everyone would have had some or the other experience where your mind says that you have not done what you were expected to do in your life. Anyone like that? Or is it just me? I think everyone would have had some or the other experience where your mind says at one point of time, see, you thought this would happen, but this didn't happen. Hallelujah. And that is why each and every time in every meeting, Holy Spirit confirms us by His word. Holy Spirit confirms us by His presence that it is not your plan which matters. It is I who am in control. Hallelujah. Let me tell each and every one of you listening to me, Jesus is the Lord of our life. We are not the Lord of our lives. That is long done. 10 years ago, 12 years ago, 15 years ago, 3 years ago, 2 years ago, whenever the moment you accepted Jesus as your Savior, done, your control is gone. If you still think that you are having some control, exactly, you're just thinking that you have control. You actually don't have control. The moment you believed in Jesus, that's it, He has got into the driving seat and it is He who is leading us. We are like the ones who sit in front of the car. You've seen people who sit beside the driver. They take full enjoyment of how the driving is going on. Have you ever seen people who sit in the front seat? They sit as if they own the car. They sit as if they are driving the car. They might not even know how to drive. That is the case with us also when we are with Jesus. Jesus is the Lord of our life. Jesus is the driver. Jesus is the leader. We are just sitting over there and He has asked us to sit over there and have that experience. But unknowingly what happens is, I've always seen this with people who know how to drive a car. If they are sitting in the front seat, they will have some or the other suggestion to give.
I hope it is the same there in Canada also. I think that is not just an Indian problem. In everywhere, they will have some or the other suggestion. You should have taken like this. You should have gone like this. You should have slowed down here. Some or the other, no matter how safely we are going right now, some suggestion would be there. Or even if it is not the suggestion, sometimes what happens is, because if it is someone elder to us or someone whom we respect a lot, we don't directly tell them. We give suggestion to the driver in another car. He should have gone like this. Hallelujah. You know why that problem is? Because this person was right now in the front seat. He hasn't stopped driving in his mind. He still thinks he's the driver. He is not, because all these days he was driving. Suddenly you asked him to sit in front idle. He is not able to sit in front idle. The same problem is with us also. 15 years, 20 years, 30 years, 40 years of our life, we have been driving. When Jesus came and he said, okay, now you move aside, I am going to take control. Sometimes we have suggestions for Jesus. Sometimes we say, Jesus, this should have happened today. Why did that happen? Jesus, I expected, I prayed and I spoke, I told them that this would take place, but that didn't take place today. He knows what to do. Amen. The one who is right now seated in the driving seat, he knows how to take it forward. He has taken us through 2020. He knows how to take us through 2021 also. You need not worry. We are sitting on the side and we are murmuring, "Arey, 2020, I thought this would happen, that would happen, this would happen." Nothing happened like that. No. What he has promised, he will fulfill. Amen. To everyone who is listening to me, what he has promised to you in your life, Jesus will fulfill. No doubts about it. Oh, Ramash. Some people are thinking it's about the end of the year. It is still not yet 31st 12 a.m. You still have time. We still have time. He just needed 1 second to turn the water into wine. What do you think? He needs 2-3 days. Just a second is enough for Jesus. Right now, certain papers which had to be moved are being moved in the name of Jesus. I don't know, few papers which had to be signed or something, which had to be approved. In the name of Jesus, action is being taken upon them. Something related to a license. I don't know what license it is about. The Lord is telling me something related to a license. Lord is right now performing a wonderful miracle over there. Thank you, Jesus. Thank you, Jesus. Amen. Amen. Praise God. Let us go into the Word of God. Genesis chapter 1. A very, I think, widely known verse. Genesis chapter 1, verse 26 onwards. Before we, first we'll read the word. Would anyone want to read the word, or shall I read it from here? Genesis chapter 1, verse 26 onwards. Yeah, we can read. Okay. Vikram brother, can you just unmute and read? Rini brother, if you can just repeat in Malayalam, that would be great. Then God said, "Let us make man in our image, according to our likeness. Let them have dominion over the fish of the sea, over the birds of the air, and over the cattle, over all the earth, and over every creeping thing that creeps on the earth." Yeah, enough, brother. Thank you. മലയാളത്തിൽ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക,
അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിന്മേലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇടജാതികളുമേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. Amen. Hallelujah. Here, what I would like to specify, brother, you can get back. Brother who came forward to read the verse, Vikram, brother. Yeah, you can be seated, no problem. I'll read it. So here, what I would love to tell you all today is that, and what the Lord wants to time and again communicate with us is that God is a God of fellowship. Amen. God is a God of fellowship. We all know that. Because each and every one of us, the most common or the most commonly used word, which is not used in other circles also, only used among Christian circles, is the word fellowship. We all would agree, we all talk about coming to fellowship, being in fellowship, and all these things which go on. But we all should first acknowledge the fact that this habit which we have right now has been received from our God Himself. Nammade Deivam Koottaimade Deivam. And the reason we read this verse is because I wanted to stress on that part. Then God said, let us make man. അവിടെ കർത്താവ് പറഞ്ഞ ദൈവം പറഞ്ഞത് എന്താ? നാം നമ്മുടെ സ്വരൂപത്തിൽ. Let us make man. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂട്ടായ്മയിൽ നിന്ന് അവര് പറഞ്ഞ ഒരു കാര്യമാണ്, നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാം. Father, Son, and Holy Spirit, they said together one voice, let us make man. God has right now called each and every one of us, and He has put us together in one fellowship, in one family, so that we might have the same nature of God. Amen. How many of you want to be just like Jesus Himself? How many of you want to have the same nature of God? All those who are just raising this much hand, I mean, we can lift your hand completely. I know right now, because we have gotten used to the camera, we want to show our hand like this. That is the reason we have everyone, all of us. Okay, so we all want to have the same nature of God. And God's nature is fellowship Himself. It is fellowship. കർത്താവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് കൂട്ടായ്മയിലാണ്. Many a times we think fellowship is something which we have found out in the world. No, it has come from heaven itself. Based on what we have studied, based on what we have heard, we all have, I'm sure we all have heard the sentence, man is a social animal. Right? So from there, we think the concept of society came in. That is how people started living in communities. That is how fellowship was started. No. God Himself is the author of fellowship. He shows through this verse that He loved to be one at the same time when He was not one. Hallelujah. And that same God, He has called us in fellowship with Him. He has called us to have fellowship with Him. നമ്മൾ എന്തുകൊണ്ടാണ് ഈ സൺഡേയിൽ നമ്മളിങ്ങനെ സൂമിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്? Because we want to have fellowship. Our heart craves for that fellowship. How many of you want to get back to those normal services where everyone can sit together, worship? I think at least one or two will be happy. Oh, wait till the easier service. But we all have that desire. We want to get back. We want to meet. We want to clap, rejoice, dance. We want to do all that. Why? Because our Father is like that. Amen. Today I want to remind every one of you all that we are just like God on this world. Amen. First time I've seen people become so serious when I said that sentence. The reason is because we all think God is serious like that. No, God is joyful all the time. If He is the author of joy, peace, just think how much joyful He would be.
And the other day I happened to read a verse in Proverbs which says, "A joyful heart makes a cheerful face." I think now people are understanding what I'm trying to say. A joyful, അതിന്റെ മലയാളം പറയണമെങ്കിൽ സന്തോഷമുള്ള ഹൃദയം പ്രസന്നതയുള്ള മുഖം വെളിപ്പെടുത്തും. Joyful heart makes a cheerful face. If you say you are joyful, then it will be seen on your face. Amen. Right now in this world, we are exactly like God. Because He had this nature of fellowship. And that is why He created man. He created man so that He can have fellowship with Him. And from the moment man was created, always remember one thing, man was not created to do things on his own. He does not have that ability at all. Man was created to be dependent on God. Amen. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തോടു കൂടെ കൂട്ടായ്മ ആചരിക്കാനുള്ള രീതിയിലാണ് സൃഷ്ടിച്ചേക്കുന്നത്. That is the default setting of man, without which man does not know how to function. You see any problem anywhere, it is because there is no fellowship with God. Even at times when we have become troubled in our heart, just go back to that moment and think whether at that time whether we were having that fellowship with the Lord or not. When we start to complain, when we start to murmur, when we start to speak in a manner that God is not with us, just like how the disciples did. ഞങ്ങളെക്കുറിച്ച് നിനക്ക് വിചാരമില്ലേ? ശിഷ്യന്മാര് പറഞ്ഞ വാക്കാ, ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുന്ന ഗുരുവിന് ഒരു വിചാരമില്ല. ഗുരു അതേ പടകിൽ തന്നെ ഉണ്ടെന്ന കാര്യം അവർ മറന്നുപോയി. They forgot that Jesus is there in the same boat. Today when God, He dwells or He has the character of fellowship, He has called us into the same fellowship. Let us read that 1 Corinthians chapter 1 verse 9. Today, as we read the word of God, I am sure this fellowship is going to be revealed and manifested in our lives in a greater manner. 1 Corinthians chapter 1, verse 9. I would like to read from the verse 7 onwards, so that you are not lacking in any spiritual gift as you wait for the revealing of our Lord Jesus Christ, who will sustain you to the end, guiltless in the day of our Lord Jesus Christ. God is faithful, by whom you were called into the fellowship of His Son, Jesus Christ our Lord. Just the 9th verse, ആരെങ്കിലും മലയാളത്തിൽ വായിക്കോ? 9ാമത്തെ വാക്യം മാത്രം. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. Amen. What did the Lord do? He called us into the fellowship of His Son. You and me, when we had entered a prayer meeting, we all think that we entered the prayer meeting, we were saved. Oh, that is just a medium for us to understand in this world. But actually what happened is, you and me, through Jesus, entered the heavens. We entered the holy place through Jesus. And what did God do? He called us through Jesus into that fellowship. And as I was reading this, as I was discussing this with Holy Spirit was just telling me an example. He was telling me that what happened is, after Adam sinned, there was a chair left empty in heaven. This is just for understanding, okay? It's not there in the Bible. There was a chair left empty in heaven. And Father, Son, and Holy Spirit are just waiting for that chair to be filled. And what happened is, Jesus came, He chose me, and He made me sit on that chair. I think people are not happy because I said Jesus chose me.
ഹല്ലേലൂയ. കർത്താവ് ചെയ്തത് ഇതാ, നമ്മളെ തെരഞ്ഞെടുത്തു. ആ ആദാം പാപം ചെയ്തപ്പോൾ ശൂന്യമായി കിടന്ന ആ കസേരയിൽ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് കർത്താവ് ഇന്ന് എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്ത് ആ സ്ഥാനത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക. നമ്മൾ ഇപ്പോൾ വായിച്ച വചനത്തിന്റെ മനസ്സിലാക്കാനുള്ള ഒരു നടന്ന കാര്യമാണ്. 1 Corinthians chapter 1 verse 9, God called us into the fellowship of his son Jesus Christ. When you and me, when we started having fellowship with Jesus, why did he call us into the fellowship of his son Jesus Christ? Because Jesus came as a man, he died for us and he rose again for us. It is only through Jesus we have access into heaven. Amen. The reason the verse is written like, and Holy Spirit writes it perfectly. The reason the verse is written in that way is because it is only through Jesus we can enter heaven. That is why we all know the verse which says that there is only one name which can save us in heaven on earth, and that is the name of Jesus. Amen. So God called us into that fellowship of his son. Today, when we are living in this world, we should understand one thing, that you and me are not just moving randomly here in this world, that you and me are moving in the fellowship of Jesus himself. What does that mean? That wherever I am, ഞാൻ എൻ്റെ വീട്ടിലിരുന്നാലും, ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ചെന്നാലും, ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് ചെന്നാലും, ഞാൻ എവിടെ ചെന്നാലും ഞാൻ യേശുവിന്റെ കൂട്ടായ്മയിലാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. Even when I'm in a meeting, when I'm in a prayer meeting, when I'm not in a prayer meeting, it doesn't matter. I am 24/7 in the fellowship of his son Jesus. Many a times what happens is unknowingly our mind gets tuned to a prayer meeting setup. Jesus is not the Lord of our meetings, he is the Lord of our life. He is not the Lord of just our prayer meetings, he is the Lord of our entire life. And when I mean life for the children of God, you should remember, it is not just the life on this world, it is the life from now till eternity. ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം യേശു നമ്മുടെ ജീവിതത്തിന്റെ കർത്താവാന്ന് പറയുമ്പം ഈ ലോകത്തിന്റെ ജീവിതത്തെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ ലോകം കഴിഞ്ഞും അവനെ മുഖാമുഖം കണ്ട് അവനോട് കൂടെ നമ്മൾ വാഴുന്ന 1000 സംവത്സരങ്ങളായിക്കോട്ടെ, ആ നിത്യത വരെ യേശു എന്റെ കർത്താവാ. ആ കൂട്ടായ്മയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, ചെറിയ കാര്യമല്ല. This is not just a one time decision അല്ലായിരുന്നു കർത്താവിന്റെ. He knew, he planned, he loved and he chose me. Amen. റോമർക്ക് ലേഖനത്തിൽ പറയുന്ന പോലെ തന്നെ അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചു. Whom he predestined, he called. മുൻ നിയമിക്കാന്ന് പറയുമ്പം എനിക്ക് നിങ്ങളുടെ കാര്യം അറിയില്ല, പക്ഷെ എന്റെ മനസ്സിലുണ്ടായിരുന്നു, ഉന്നിമിക്കാന്ന് പറഞ്ഞ ഇങ്ങനെ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഈ വ്യക്തിയെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്ന. പക്ഷെ ഇഫ് യു റീഡ് in an amplified version, it says he knew, he loved. He knew and he loved them. മുൻ നിയമിക്കാന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം എന്നെ മുന്നമേ കണ്ടു സ്നേഹിച്ചു. Amen. Predestined എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാ, he chose me even before the foundation of this world. നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാ, ലോക സ്ഥാപനത്തിന് മുമ്പേ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുത്തിന്റെ അർത്ഥം എന്താ അറിയോ? അന്ന് മുതലേ എന്നെ കണ്ടു, എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നതിന്റെ അർത്ഥം. ഇന്നും ഇന്നലെയോ യേശു എന്ന് വിളിച്ചപ്പോ തുടങ്ങിയതല്ല, ലോക സ്ഥാപനത്തിന് മുമ്പേ കണ്ടു സ്നേഹിക്കാൻ തുടങ്ങിയ സ്നേഹ. Why? Because in heaven your position is empty. He wanted to talk to you, he wanted to speak to you, and then God decided, I am going to send my son.
And he sent his son so that he can prepare, he can give us the pass for entry into that place. Amen. Through Jesus, യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് ഏത് സമയത്തും ആ പിതാവിന്റെ സന്നിധിയിൽ ചെന്ന് സംസാരിക്കുവാനും ഇരിക്കുവാനും കൂട്ടായ്മ ആചരിക്കുവാനും ഏത് സമയത്തും അവിടെ കയറി ചെല്ലാനുള്ള ലൈസൻസുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. ലൈസൻസ് എന്ന് പറഞ്ഞാലും കുറച്ച് പുറത്തെ ആളെ പോലെ, ഏത് സമയത്ത് ചെല്ലാനുള്ള താക്കോൽ എന്റെ കയ്യിലുണ്ട്. Amen. Today we should understand one thing, that God is a God of fellowship. And when I say that he is a God of fellowship, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം കൂട്ടായ്മയുടെ ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവര് തീരുമാനിച്ച കാര്യം, നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യരെ സൃഷ്ടിക്കാന്ന് പറഞ്ഞപ്പോൾ ഈ മൂവരിൽ ഒരാളെയും കൂടെ അവര് തീരുമാനിച്ചു, ഒരാളോട് കൂടെ ഞങ്ങൾ കൂട്ടായ്മ ആചരിക്കാൻ പോവാ, ആ വ്യക്തിയാണ് നമ്മൾ. I don't know if you are able to understand the importance of it. Father, Son, and Holy Spirit, they decided to have fellowship with one other person, and that person is you and me. What did we do for it? Nothing. We behave as if we did a lot of things, but we did nothing. Whenever we hear testimony, we behave as if when I called upon the name of the Lord. No. Before you called upon the name of the Lord, he called you by your name. നമ്മൾ യേശുവെ എന്ന് വിളിക്കുന്ന മുമ്പേ തന്നെ അവിടുന്ന് ജസ്റ്റിനെ എന്ന് വിളി വന്നു. ഹല്ലേലൂയ. ആ കൂട്ടായ്മയിൽ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക. ഇവിടെയാണ് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത്. നമ്മൾ പല ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, കർത്താവിന്റെ ശക്തി, ദൈവമക്കൾ പ്രത്യേകിച്ച് ആഗ്രഹിക്കും കർത്താവിന്റെ ശക്തി. എത്ര കർത്താവിന്റെ ശക്തി ആഗ്രഹിക്കുന്നുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഈ ശക്തി ആഗ്രഹിക്കുക എന്ന് പറയുമ്പം പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ള കാഴ്ചപ്പാട് എന്താ? ഞാനും അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതായത് ഞാൻ ഇങ്ങനെ ഒരു സൂം മീറ്റിംഗിൽ വന്നിരിക്കുന്നു, അവിടെ ഇരിക്കുന്നവരെല്ലാം സ്ലേന താഴെ പോകുന്നു, അവരെല്ലാം ആത്മാവിൽ നിറയുന്നു. അവരെല്ലാരും ആത്മാവിൽ നിറയുന്നു, അതിൽ ചിലവർ സ്ലേന താഴെ പോകുന്നു, പല കാര്യങ്ങൾ. അതാ ഞാൻ വിചാരിച്ച ശക്തി കേട്ടോ. ഞാൻ ആദ്യമൊക്കെ അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നു. അല്ലെ, ഞാനൊരു മീറ്റിങ്ങിന് കയറി ചെന്ന ഉടനെ അവരെല്ലാവരും അന്യഭാഷയിൽ ആരയിക്കാൻ തുടങ്ങി. അവിടെ അന്യഭാഷ ഇല്ലാത്തവർക്ക് അന്യഭാഷ ലഭിച്ചു. അവര് പറഞ്ഞു യേശു കർത്താവ്. ഗുഡ്, മാനിഫെസ്റ്റേഷൻ ഇസ് ഗുഡ്. പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവിന്റെ ശക്തി എന്ന് പറയുന്നത് തന്റെ സ്നേഹമാണ്. ഇന്ന് എനിക്ക് ഒരു കാര്യം ഉറപ്പാ, ഇന്നെന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും ആ സ്നേഹത്തിലാണ് ഇന്ന് ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നത്. ഈ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്ന എപ്പോഴാ അറിയാവോ? കൂട്ടായ്മ ഉള്ളപ്പോഴാ. You know, when can we experience this love? When we acknowledge that that person is here. ഞാൻ പറയുന്ന യേശു എന്നോട് കൂടെ ഇവിടെ ഇരിപ്പുണ്ട് എന്നെന്റെ മനസ്സിന് ബോധ്യം വരുമ്പോഴാ അവന്റെ സ്നേഹത്തെ ഞാൻ രുചിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ പറയാറില്ലേ, ഓ ഇന്ന് എന്തൊരു ദൈവസാന്നിധ്യമായിരുന്നു. എത്ര പേര് ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്? അങ്ങനെ പറഞ്ഞിട്ടില്ലാത്ത ഒരാളേലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ എനിക്കൊന്ന് അയച്ചു തരണം. Every one of us have some of the other meetings said, today there was a glorious presence of the Lord. The reason what happened was that we are in his fellowship, but many a times our mind does not acknowledge that. In a prayer meeting, our mind is free from all other things. We have separated ourselves and then we acknowledge him. That is when we experience. Hallelujah. Now, in a prayer meeting also, if we are thinking,
എനിക്കറിയില്ല അവിടെ എങ്ങനെയാന്ന്, പക്ഷെ ഞാൻ സാധാരണ ഇവിടെ പറയാറുണ്ട്, ഗ്യാസ് സിലിണ്ടർ ഓഫ് ആയോ, ഞാൻ ഇന്ന് വീട് പൂട്ടിയിട്ട് ഇറങ്ങിയായിരുന്നോ, വീട് പൂട്ടിയായിരുന്നോ, അല്ലെ ഞാൻ അവിടെ അപ്പുറത്തെ റൂമിൽ സ്വിച്ച് ഓഫ് ചെയ്തായിരുന്നോ. മനസ്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അപ്പോഴും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയത്തില്ല. ബട്ട് ഇൻ റിയാലിറ്റി ഹി ഈസ് there with us. Our God is having fellowship. He wants to have fellowship with us 24/7. Each and every second of our life. You're going to do something, he wants to speak to you about it. You're taking a decision in your life, Jesus wants to speak to you about it. But the thing is, we don't want to speak to him. We first want to take their decision, their consultation, that person's consultation, this person's decision, then I'll come to Jesus. Have you ever seen if you just rethink about our prayers also, we come to Jesus and we tell, Lord, they told like this, these people told like this, they were telling about it about in this manner. After hearing what everyone says, then we come and discuss with Jesus. Hallelujah. Actually, it should have been the opposite. After hearing from Jesus, we should have gone to them. But the thing is, we have this habit of collecting what everyone puts around and then we come to Jesus. Hallelujah. But Jesus wants to speak to you first. Let me tell you all one thing. If Jesus wants to do anything in Canada, you know whom he wants to discuss that with? Few people are raising their hands. Hallelujah. If Jesus wants to do anything in your place, do you know whom he will discuss that with? He will discuss that with you. Because he is having fellowship with you. He has called you into his fellowship. Hallelujah. And even today, there are going to be several things in your life which the Lord is going to put out in the open for you to understand. Today, the reason why am I telling about this fellowship is because we need to understand that you and me do not have an option to be ignorant. We cannot and should not be ignorant. We should be fully aware that Jesus lives in me and he is with me always. All fear, all failure, and every other thought of this world, it is because we are not aware that Jesus is with me or I am having fellowship with him. It is when we think we are alone that we tend to think in those negative aspects. When we know that God himself has called me into fellowship with him, I have no worry, my friend, because right now I have God on my side always. Amen. And the best part about this is that he chose me from the many options he had. God could have just decided that I will have fellowship with angels. Why not? He's God, he can do anything. He could have just decided that I will have fellowship with angels. So many angels, all glorious heavenly beings. They don't murmur, they don't go, they don't think about what to do today or how am I doing this today. They don't give suggestions to God. They just worship him all the time. If you and me were in that position, I'm sure we would have done that. Why select people who 90% of the time don't acknowledge the presence? Hallelujah. But that is the love of God. And that is why it says that God demonstrated his love towards us by dying for us even when we were still sinners. When we had nothing in this world, when our heart was not for Jesus, even then he loved us. Hallelujah. And he chose me from, I always tell it like this, that he chose me from 7 billion options.
I am God's selection from 7 billion options which he had. What to do? I had no other option. I had to believe. I had no other option, but God had 7 billion option, and still whom you see is God's selection. Hallelujah. ഇന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഉറപ്പിച്ചോണം, കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. യേശു എന്നെ വ്യക്തിപരമായി തെരഞ്ഞെടുത്ത് തന്നോട് കൂടെ കൂട്ടായ്മ ആചരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുക. ദൈവത്തോട് കൂടെ കൂട്ടായ്മ ആചരിക്കുമ്പോൾ സംഭവിക്കുന്ന എന്തുവാ? ഞാൻ ദൈവത്തെ പോലെ ആയി മാറുക. ദൈവത്തെ പോലെ ആയി മാറുക എന്ന് പറഞ്ഞാൽ അതേ ഗുണം, അതേ ക്യാരക്ടർ, അതേ സ്നേഹം, അതേ സന്തോഷം. Today, if you and me are able to rejoice today in this world, it is because we have the joy from heaven and not of this world. And that is because we are having fellowship with God. Look at people who don't have fellowship with God. They're not able to rejoice. They're not able to continue in that peace which they have for some amount of time. Because it is of this world. But what you and me have received is not of this world, it is from heaven. Each and every one of you, when you're seated in your homes, remember, whatever you are, whatever you have, everything is a gift of heaven itself. Thank you, Jesus. Let us be confirmed on that first. My children are a gift from heaven. My husband, my wife are a gift from heaven. My parents are a gift from heaven. My family is a gift from heaven. Thank you, Jesus. And when it is gift from heaven, remember, it is good and perfect. You think right now there are some problems here and there. No, it is good and perfect. Your job is a gift from heaven. Why are we considering it to be our job? Oh, everyone has a job, I also have a job. No. Everyone goes to work just like that, but you and me go to work with Jesus himself, with God himself. There is a huge difference in that. You and me travel to work with the Creator himself. When others speak, they just speak mere words because they don't have anyone else. But you and me, when we speak, we have God with us. Or I would say, when you speak, it is actually not you, the God in you who's speaking. Today, if you're thinking that I am able to tell all this because I know a lot of things, no. Justin has zero qualities in this. But the one in Justin, he is not a small guy. Hallelujah. Oh, the one in me is powerful than the one in this world. Lord is telling me right now, the fear of man. ചില സ്ഥാനങ്ങളിലുള്ളവരെ ഭയപ്പെട്ട് ചില കാര്യങ്ങളിൽ യു ആർ സക്കമിങ് ടു ദാറ്റ് പ്രഷർ. ചിലടത്ത് ചില ഭയം കാരണം അവിടെ അനാവശ്യമായ ചില കാര്യങ്ങളിൽ വിട്ടുകൊടുക്കുവാണ്. നോ, God is on your side. If God be for us, who can be against us? Thank you, Jesus. And he called me into that fellowship. കൂട്ടായ്മയുടെ ദൈവം എന്നെ കൂട്ടായ്മയിൽ വിളിച്ചിരിക്കുക. ഏറ്റവും ആദ്യം ചെയ്ത കാര്യം ദൈവത്തോട് കൂട്ടായ്മയിൽ എന്നെ ആക്കി വെച്ചു. ഹല്ലേലൂയ. ഒരു സ്ഥാനമോ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലാനുള്ള ഒരു യോഗ്യത ഇല്ലാത്ത എന്നെയും നമ്മളെല്ലാവരെയും ഇന്ന് കർത്താവ് ആർക്കും ലഭിക്കാത്ത പദവി എനിക്കും നിങ്ങൾക്കും കർത്താവ് ഒരുക്കി തന്നിരിക്കുക. Hallelujah. Let us read that. Ephesians chapter 2. Oh, thank you, Jesus.
Ephesians chapter 2, verse 4 onwards. Yesterday, Tangubra also was sharing this when he was taking the letter of Ephesians Bible School. Ephesians chapter 2 verse 4, but God, being rich in mercy, because of the great love with which he loved us, even when we were dead in our trespasses, made us alive together with Christ. By grace you have been saved, and raised us up with him, and seated us with him in the heavenly places in Christ Jesus, so that in the coming ages he might show the immeasurable riches of his grace in kindness towards us in Christ Jesus. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവാം. അതിന്റെ 5ാമത്തെ വാക്യം നമ്മൾ ഇപ്പോൾ വായിച്ചതുപോലെ തന്നെ ക്രിസ്തു യേശുവോട് കൂടെ ജീവിപ്പിച്ചു. ആമേൻ. ഒന്ന് പറഞ്ഞേ, ക്രിസ്തു യേശുവോട് കൂടെ ജീവിപ്പിച്ചു. Made us alive together. അവനോട് കൂടെ എന്നെ ഉയർപ്പിച്ചു. Raised us up with him. സ്വർഗസ്ഥലങ്ങളിൽ അവനോട് കൂടെ എന്നെ ഇരുത്തി. ഈ 3 സ്ഥലത്തും, all these 3 places, we see one thing: raised us or made me alive with Christ Jesus, made me alive with Christ Jesus, raised us up with Jesus, made me seated with Jesus. Amen. You see the way the fellowship of the Lord doesn't change. His nature is not changing. He is ensuring that I have fellowship, or he has fellowship with me always. That is why you see through salvation what happened is he made me alive with him. He raised me up with him, and right now I am seated with him. ദൈവത്തോട് കൂടെ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും സ്വർഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വന്ന എന്താ അറിയോ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പക്ഷെ യേശു സ്വർഗം ചിന്തിക്കുമ്പോ എങ്ങനെ അറിയോ ചിന്തിക്കുന്നത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ജസ്റ്റിനും. ഹല്ലേലൂയ. നിങ്ങളുടെ പേര് ചേർത്ത് പറഞ്ഞോന്നേ. ഇത്ര സീരിയസ് ആയി എല്ലാം ദേഷ്യത്തോടെ ഇരിക്കുകയാണപ്പോ ഞാൻ പേടിച്ചു. പേര് പറഞ്ഞുകൊണ്ടാണ്. Hallelujah. When Jesus looks at heaven, he looks at it that way. Because today I am seated with him in heavenly places. Oh, it is so wonderful. Right now, you are in Canada, I am in India, but we together are in heaven. That is why you are able to understand what I am saying. That is why we are rejoicing together. Because in the spirit, we are all seated together over there. Amen. And the best part is, till here, if you see whatever I have said, it is about we having fellowship with God, isn't it? We are having fellowship with God, or through Christ. There's a wonderful verse in Ephesians 2. Lot of things actually in this. Ephesians 2 chapter verse 18. For through him, see this. For through him we both. Over there, both means the Gentiles and the Jews. So over there it says, for through him we have access in one spirit to the Father. ഒന്ന് മലയാളത്തിൽ വായിക്കാവോ? ആരെങ്കിലും ഒരാൾ മലയാളത്തിൽ വായിക്കാവോ ആ വാക്യം? 2:18. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ കർത്താവിലേക്ക് പ്രവേശനമുണ്ട്. ഇരുപക്ഷക്കാരൻ നമ്മുടെ ഉദ്ദേശിച്ച അതിന്റെ മേളത്തെ വചനങ്ങൾ വായിക്കുവാണെങ്കിൽ അവിടെ ജാതികളും അതുപോലെ തന്നെ യഹൂദന്മാരും അങ്ങനെയല്ല, ആ ബൗണ്ടറിയെ കർത്താവ് തകർത്തു, നമ്മളെല്ലാം ഒന്നാക്കി. ഇപ്പം ക്രിസ്തു യേശുവിൽ ഒരു പുതിയൊരു ജനത്തെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന വചനം ഇതാ: ഏക ആത്മാവിനാൽ നമുക്ക് പിതാവിന്റെ സന്നിധിയിൽ പ്രവേശനമുണ്ട്. ആമേൻ, 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 ആമേൻ. പിടികിട്ടുന്നുണ്ടോ? കാനഡയുടെ പ്രൈം മിനിസ്റ്ററുടെ ഡയറക്റ്റ് ആക്സസ് ഉണ്ടെങ്കിൽ സന്തോഷിക്കുന്ന എത്ര പേരുണ്ട്? ആർക്ക് സന്തോഷമില്ലേ കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ഡയറക്റ്റ് ആക്സസ് ഉണ്ടെങ്കിൽ? നിങ്ങൾക്ക് ഡയറക്റ്റ് എപ്പോഴേ കയറി ചില ആരോടും ചോദിക്കണ്ട എന്ന് പറയുവാണെങ്കിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒരാമയം പറഞ്ഞു അങ്ങനെയൊക്കെ സംഭവിക്കാൻ പോവാ, നിങ്ങളെ വിളിപ്പിക്കാൻ പോവാ. ആമേൻ. Yes, that is going to happen. It is not a surprise.
ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരു പ്രൈം മിനിസ്റ്ററിൽ ഡയറക്റ്റ് ആക്സസ് ഉള്ളപ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു. ഈ ലോകത്തിന്റെ തന്നെ രാജാവ്, രാജാതി രാജൻ, ആ പിതാവിന്റെ സന്നിധിയിൽ എനിക്കും നിങ്ങൾക്കും ചെല്ലാനുള്ള ഡയറക്റ്റ് ആക്സസ് ഉള്ളവരാ നമ്മൾ. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കണേ, ലുക്ക് അറ്റ് our journey. We who were afar, we who were not in the household of God, we were not the children of God, who were not the people of God, we who were afar from the Lord, right now through Jesus, through that Holy Spirit, we have direct access to the Father. Oh, thank you, Jesus. ദൂരസ്ഥരായിരുന്ന നമ്മളെ, ഒരു യോഗ്യത ഇല്ലാത്ത നമ്മളെ, കർത്താവായിട്ട് ഒരു ബന്ധം ഇല്ലാത്ത നമ്മളെ, വചനം പറഞ്ഞ ദൈവമില്ലാഞ്ഞ നമ്മളെ, ആ അങ്ങനെയുള്ള ഒരു കൂട്ടത്തെ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് പിതാവിന്റെ സന്നിധിയിൽ ചെല്ലുവാനുള്ള ആ അധികാരം ലഭിച്ചവരാ നമ്മൾ. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ എന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുവന്നു. ഹല്ലേലൂയ. ഡയറക്റ്റ് ആക്സസ് കാർഡ് പ്രൈം മിനിസ്റ്ററിനോട് വെച്ചോണ്ടിരുന്നിട്ടാ പറയുന്നത്, പ്രൈം മിനിസ്റ്റർ ഞാൻ പറഞ്ഞ കേൾക്കുമെന്ന്. കേറി ചെല്ലുന്നേ. ഹല്ലേലൂയ. The moment you say Jesus, you are there. Hallelujah. Right now when you are seated over there, let me tell you, you are seated in heavenly places. ഈ ബോഡി മാത്രം ഇവിടെ, സ്പിരിറ്റ് ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. സ്പിരിറ്റ് ഹാസ് നോ ബൗണ്ടറീസ്. ഹല്ലേലൂയ. Now here is what we need to understand. So we who are afar right now, we are with him. So right now, how many of you understand we are with Jesus? യേശുവോട് കൂടെ എത്ര ഇരിപ്പുണ്ട്? The next part is what we need to understand and what we need to acknowledge the most. Turn to your neighbor. If two people are there, turn to your neighbor. If two people are there seated, അല്ലെങ്കിൽ സൂമിൽ ഒരാളായിട്ടുണ്ടെങ്കിൽ അടുത്ത അത്ര വരെ കാണാം. Now the best part is, this fellowship right now is a training for us. Because ഇവരൊക്കെ തന്നെ നമ്മൾ അവിടെ കാണാൻ പോകുന്നത്. അത് പറഞ്ഞപ്പോ ചിലവരൊന്നും സന്തോഷം, ഇവരെ തന്നെയാണ് ഞാൻ അവിടെ കാണാൻ പോകുന്നത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തി ഒന്ന് ശരിക്കും നോക്കിയേ, ഇവരെ തന്നെ അവിടെ കാണാൻ പോകുന്നത്. എല്ലാരും പ്രതീക്ഷിച്ച വേറെ എത്ര ആൾക്കാരെ കാണുന്നത്, ഇവരൊക്കെ തന്നെയാണ് ഞാൻ പിന്നെ അവിടെ കാണാൻ പോകുന്നത്. ഹല്ലേലൂയ. In this world, what we right now have is a taste of heaven. Our family is a taste of heaven. Heaven's fellowship is right now experienced in your families, in all our families. Amen. This is how God works. This is how God works. If you think there is a different setting on this world and a different setting in heaven, sorry to break that myth, it is the same. Hallelujah. Many of them were thinking, അവിടെ ഞാൻ പോകുമ്പോ ഇങ്ങനെ പറന്ന് അവിടെ ഇവിടെ എല്ലാം നടന്ന്. അടുത്തയാൾ നോക്കി പറഞ്ഞ പറക്കുന്നല്ല ശരിയാ, പക്ഷെ അവിടെ ഞങ്ങളും പറക്കുമായിരിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ പിന്നെ നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. നമ്മളെ കുടുംബം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞപ്പോ ഓർത്തത് എന്താ? കുടുംബം എല്ലാവരും അവിടെ കാണും. Hallelujah. Right now, many a times what we don't acknowledge is that the life we right now have in this world is the same as heaven. True, there are challenges. True, there are things of this world. But that is because our mind starts to act thinking about this world. But if our mind is able to, if we are able to renew our mind daily, and if you're able to teach your mind that right now this life is just a taste of heaven because I'm having fellowship with God daily, let me tell you, this is the same experience you will have on this earth. You will always have heaven's experience in this world.
Amen. Because if you see the way God works, everything He has done, His qualities are revealed in that. When God created Adam, He saw that it is good to have a helper, have a partner, companion with him. And that is why God created Eve. And then God put Adam and Eve, and then He showed that, see, He brought in the same element of fellowship over there. Amen. Whatever God established, His nature is there in all that. In the family and the church are the two institutions which are established directly from heaven. Right now, family life, right now, church gatherings. In heaven also, ditto, it is the same. The same fellowship is there in heaven. Hallelujah. Many a times we are not able to digest the fact that the church is a work of the Lord. Because when we see one person is ministering, the other person has been called for the meeting, that person is also there, he will be singing the guitar. Yes, all this is true. But at the same time, remember, Jesus is the Lord of the church. In heaven also, there will be people who are worshipping. In heaven also, there will be people who will be speaking to Jesus. In heaven also, you will have the same experience. People always think this is two different lives. Sorry, we have only one life which is hidden in Christ. Many a times I have seen people complaining that we have to, whenever the pastor asks, like whenever we have to report to the pastor what happened over there. I'm sure JB brother over there also, we have to inform the pastor, right? Today I went over there, today I did not come here, today it didn't happen that way, today this thing happened in this way. Whenever it comes to reporting something to the pastor, people always, they have some or the other problem with it. Why should we report? My dear beloved people, let me tell you all, we all have to submit a report on one day. So it is better that we get used to the training right now. Because when He comes on that day, there is a big report we will submit. And on that report, I want to be the best. And for that day, if I have to be the best over there, this is my training ground. Hallelujah. പലപ്പോഴും എല്ലാവരും വിചാരിക്കും സഭയും കുടുംബം എന്ന് പറഞ്ഞ എന്തോ അറിയാതെ മനുഷ്യർ ചെയ്തെടുക്കുന്ന ഒരിക്കലും അല്ല. ദൈവം കൂട്ടായ്മയിൽ തന്നെ ജീവിക്കുന്ന ദൈവം, ആ ദൈവം തന്നെ സ്ഥാപിച്ച കാര്യങ്ങൾ ആ സഭയും കുടുംബവും. ഹല്ലേലൂയ. ഇന്ന് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചോണം, എന്റെ കുടുംബത്തിലുള്ള ഈ ഒരു അനുഭവം, സ്വർഗത്തിന്റെ അതേ അനുഭവം എന്റെ കുടുംബത്തിലുള്ളത്. അതിനെതിരെ വരുന്ന എല്ലാ വാക്കുകളെയും ശാസിക്കണം. അതിനെതിരെ വരുന്ന എല്ലാ ചിന്തകളെ ഇല്ലാതാക്കണം. Because I am not of this world. Hallelujah. Oh, how many of you are experiencing Jesus? How many of you know that His fellowship is there? He is a God of fellowship, and He has created us to be in fellowship with Him. Not only with Him, with also our dear brothers and sisters in this world. Hallelujah. Why? This is just a training. അവിടെ പിന്നെ നമ്മളൊക്കെ തന്നെയാ. ഇവിടെ ചിലപ്പോ ഇപ്പൊ കാനഡയിലുള്ള കുറച്ച് നാള് കർത്താവ് അവിടുത്തെ അസൈൻമെന്റ് തീർക്കുന്നവരെയാണെന്നാണോ വിചാരിച്ചത്? ഒരിക്കലും അല്ല. 1000 ആണ്ട് അവിടെ പോയാലും പിന്നെ ഞങ്ങളൊക്കെ തന്നെയാ. ഹല്ലേലൂയ. ഫാമിലി ആയിട്ട് ഇരിക്കുന്നവരെല്ലാരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, അവിടെ ഇവരൊക്കെ തന്നെയാണോ? ഇവരൊക്കെ തന്നെയാ അവിടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. But the thing is, over there, oh, we are going to see our Jesus face to face. The one who has called us into fellowship. Right now, without seeing Him, we have believed. But that day, the one who had planned, who loved,
എത്രയോ ഈ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ച് തുടങ്ങിയ ഒരു വ്യക്തിയെ അന്ന് ഞാൻ മുഖാമുഖം കാണാൻ പോവാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം, ഒന്ന്, ഞാൻ കർത്താവായിട്ടുള്ള കൂട്ടായ്മയിലാണെന്നുള്ള ഒരു ബോധ്യം എന്റെ മനസ്സിൽ വരുത്തണം. രണ്ട്, ആ ബോധ്യം മനസ്സിൽ വരുത്തണമെങ്കിൽ ഈ ലോകത്തിൽ കർത്താവിന്റെ മക്കളോട് കൂടെ ഞാൻ കൂട്ടായ്മ ആചരിക്കണം. ഹല്ലേലൂയ. If I have to have that reminder in my mind that I am in fellowship with God, I need to have fellowship with the children of God here. ഞാൻ പറയുന്ന എത്ര പിടികിട്ടുന്നുണ്ട്? പ്രാക്ടിക്കൽ കാര്യങ്ങൾ. ദൈവത്തോടു കൂടെ കൂട്ടായ്മ ആചരിക്കുന്ന ആ ബോധ്യം മനസ്സിൽ വരുത്തണമെങ്കിൽ ഈ ലോകത്തിൽ ഞാൻ ദൈവമക്കളോട് കൂടെ കൂട്ടായ്മ ആചരിക്കണം. ഹല്ലേലൂയ. 1 യോഹന്നാൻ, ഇത് അല്ലാതെ പറയുന്നതല്ല, 1 യോഹന്നാൻ വചനത്തിൽ തന്നെ ഉണ്ട്. 1 യോഹന്നാൻ 1:1 മുതൽ വായിച്ചു. ഓ താങ്ക് യു ജീസസ്. 1 മുതൽ വായിച്ചു. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി. ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. നിങ്ങൾക്ക് ഒറ്റ മിനിറ്റ്, അവിടെ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാകാനാണോ അറിയിക്കുന്നത്? നിങ്ങൾക്ക് ഞങ്ങളോട്, അതായത് നടത്തിയ ദേവദാസന്മാരോട് കൂട്ടായ്മ ആചരിക്കാൻ വേണ്ടിയിട്ടാ ഇത് അറിയിക്കുന്നതെന്നാ അവിടെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്. And in that which we have seen and heard we proclaim also to you, so that you too may have fellowship with us. And indeed our fellowship is with the Father and with his Son. Hallelujah. ഈ ലോകത്തിലായിരിക്കുമ്പം ഏറ്റവും ആദ്യം എന്നെ നടത്തുന്ന ദേവദാസന്മാരോട്, എന്നെ വഴി നടത്തുന്നവരോട്, ഈ ലോകത്തിൽ കർത്താവാക്കി വെച്ചവരോട് എനിക്ക് കൂട്ടായ്മ വേണം. ഹല്ലേലൂയ. സന്തോഷമുള്ള എല്ലാവരും ചിരിച്ചോണ്ട്. സൂമിന്റെ പ്രത്യേകത കാരണം ജസ്റ്റ് ഇങ്ങനെ കൈവക്കുകയാണെന്ന് അറിയില്ല, ചിരിച്ചോണ്ട്. ഹല്ലേലൂയ. സോ ഏറ്റവും ആദ്യം ആ അടുത്ത സൂമിന്റെ ബോക്സിലെല്ലാം നോക്കി, ഇവരോട് ആദ്യം കൂട്ടായ്മ ഉണ്ടായിരിക്കേണ്ടത്. എന്നെ നടത്തുന്ന ജബീബറിനോടാ ആദ്യം കൂട്ടായ്മ ഉണ്ടായിരിക്കേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ കൂട്ടായ്മ ആചരിക്കുമ്പം നമ്മൾ കർത്താവോട് കൂട്ടായ്മ ആചരിക്കും. ഈ ലോകത്തിൽ ദൈവമക്കളോട് കൂട്ടായ്മ ആചരിക്കാത്തവർ കർത്താവോട് കൂട്ടായ്മ ആചരിക്കാൻ കഴിയത്തില്ല. സിമ്പിൾ. ഹല്ലേലൂയ. ദൈവമക്കളോട് കൂട്ടായ്മ ആചരിക്കുന്നവർ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുന്നു. എന്റെ കൂടെയുള്ള സഹോദരനെ സ്നേഹിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവോട് കൂടെ വസിക്കുന്നതിന്റെ അർത്ഥം നമ്മൾ ഒരുമിച്ച് ഒരു കാര്യം ഉറപ്പിച്ചോണം, നമ്മളെല്ലാരും ഒരുമിച്ച കർത്താവ് ആ ദേശത്താക്കിച്ച, അല്ലെങ്കിൽ കർത്താവ് ഒരുമിച്ച ഈ ഒരു ഉണർവിലാക്കി വെച്ചേക്കുന്നത്. അത് മനുഷ്യന്റെ തീരുമാനം അല്ല, ദൈവത്തിന്റെ തീരുമാനമാണ്. And for this revival, the core is fellowship. Because the core of God is fellowship. ഹല്ലേലൂയ. സ്വർഗീയ വിരുന്നം പറയുന്നതിന്റെ ഉണർവ്, അതിന്റെ ഏറ്റവും അടിസ്ഥാനം തന്നെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ ബന്ധത്തിൽ നിന്നും പറഞ്ഞു വന്ന ആത്മാക്കളാ എല്ലാരും. ആണോ അല്ലയോ? സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ദർശനം കണ്ടുവന്നവരാരെങ്കിലും ഉണ്ടോ? ഒരു മനുഷ്യന്റെ ഇടപെടലില്ലാതെ നേരിട്ട് ഈ കർത്താവ് ഇറങ്ങി വന്ന് പറഞ്ഞു നാളെ അവിടെ പൊക്കോണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നവരാരെങ്കിലും ഉണ്ടോ? എന്നെ സ്നേഹിക്കുന്ന ഒരു ദേവദാസൻ അല്ലെങ്കിൽ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്.
ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്ന ദേവദാസന്മാർ എന്റെ ജീവിതത്തിൽ വചനം വിതച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വചനം പറയുന്നത്. എന്നെ സ്നേഹിക്കുന്ന എത്രയോ കുടുംബങ്ങൾ അവര് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് രക്ഷിക്കപ്പെട്ടത്. ഇത് തന്നെയല്ലേ കൂട്ടായ്മ എന്ന് പറഞ്ഞ. And this fellowship is from God himself, because he is the one who loves, he is the one who cares, he is the one who guards, he is the one who leads us always. Jesus. And today the Lord wants us to know that he is still craving for our fellowship. Amen. The best part about Jesus is what happens is we are content with one experience somewhere. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എല്ലാവരും കുറെ ആൾക്കാർ പറയുന്നത് ഇങ്ങനെ, അന്ന് ഞങ്ങൾ ഉണ്ടായിരുന്നപ്പം എന്തായിരുന്നു അറിയാം. ഹല്ലേലൂയ. Jesus wants you to have an experience or speak to him today. Oh, taste and see how gracious is our Lord. Amen. എപ്പോഴും ഒരു പ്രാവശ്യം രുചി നോക്കിയിട്ട് കാര്യമില്ല, ഇന്ന് നാവിൽ രുചി ഉണ്ടോന്നാ നോക്കണ്ടേ. കർത്താവ് കൃപാലു അല്ലേ, അങ്ങനല്ലേ? രുചിച്ചറിയാൻ പറയുന്നുണ്ട്. അന്ന് ഞാൻ 16 വർഷം മുമ്പേ രുചിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇന്ന് ഞാൻ രുചിക്കുന്നുണ്ടെന്ന് പറയുന്നില്ല കാര്യം. ഇന്നും എന്റെ നാവിൽ രുചി ഉണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താ അറിയാമോ, ഈ ഏതെങ്കിലും ഈ ഒരു ഡിഷ് കഴിച്ചവരോട് ചോദിച്ചാൽ, എപ്പോഴും ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറയും, അന്ന് ഞങ്ങൾ ഇങ്ങനെ കഴിച്ചാൽ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഇന്ന് അതിന്റെ രുചി നാവിലുള്ളപ്പോൾ ഇറ്റ് ഇസ് ഫ്രഷ് ഇൻ അവർ മൈൻഡ്. Today, let the taste of Jesus, let the taste of the fellowship with Jesus be fresh on our tongues today. ഒരു വചനം കൂടെ വായിച്ച് we will close. John 15. Thank you, Jesus. And he is there with us right now. Get ready for a supernatural experience with him. John 15, verse 7. Verse 5. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരു ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ആമേൻ, ആമേൻ. മതി. മുമ്പോട്ട് വായിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ അതിനെ കുറിച്ചാണ് ഡീറ്റെയിൽ പറയുന്നത്. ഞാൻ പറയുന്നത് ആ കൂട്ടായ്മ ആഗ്രഹിക്കുന്ന കർത്താവ്. നോക്കിയേ, കർത്താവ് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളും എല്ലാം കൂട്ടായ്മയിലാണ്. ഹല്ലേലൂയ. ഞാൻ ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം, ദൈവത്തോട് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ തന്നെ ഈ ലോകത്തിൽ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന കുടുംബം ആയിക്കോട്ടെ, സഭ ആയിക്കോട്ടെ, കർത്താവ് ആക്കിയേക്കുന്നു. അതിലൊരു അനുഗ്രഹം ഉണ്ട്, അതിലൊരു there is a protection in that, there is a safety in that which you don't know. ഈ ഐ എം ഷുവർ ഇപ്പം കാനഡയിലായിക്കൊണ്ട് ഇന്ത്യയിൽ നിന്നും പോയി പഠിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പോയി പഠിക്കുക. ഈ വീട് വിട്ടു പോകുമ്പോഴേ വീടിന്റെ വില മനസ്സിലാത്തുള്ളൂ എന്ന് പറയും. ഹല്ലേലൂയ. അതുപോലെ കർത്താവ് ആഗ്രഹിക്കുക നമ്മളിപ്പോ ദൈവത്തിന്റെ ഭവനക്കാരൻ. ഭവനത്തിലുള്ളവർക്ക് ഒരിക്കലും പിടികിട്ടത്തില്ല അവരെത്ര വലിയൊരു ഭവനത്തിലാണ് താമസിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. കാരണം നമ്മൾ ആരും ഈ ഭവനത്തിൽ പ്രവേശിക്കാൻ യോഗ്യത ഇല്ലാത്തവരായിരുന്നു. പക്ഷെ എന്നെ യേശുവിലൂടെ ഐ ഹാവ് ആക്സസ്. അവൻ എന്നിൽ വസിക്കും, ഞാൻ അവനിൽ
യേശു പറയുന്ന ആ വാക്ക് ഒന്നുകൂടെ വായിച്ച whoever abides in me and I in him. ഒന്നുകൂടെ വായിച്ച ഞങ്ങളത് 5-ാമത്തെ വാക്ക്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ ഫലം കായ്ക്കും. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ കൂടുതൽ ഫലം കായ്ക്കും. ഈ ലോകത്തിൽ കർത്താവിന്റെ മുഴുവൻ അനുഗ്രഹം വെളിപ്പെടണോ? ജസ്റ്റ് ഹാവ് ഫെലോഷിപ്പ്. ഹല്ലേലൂയ. നിങ്ങൾ രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കും, പുതിയ ബിസിനസ്സുകൾ വരും. യെസ്, ഏറ്റവും പുതിയ ഐഡിയാസ് വരും. നിയമം എന്തോ ആയിക്കോട്ടെ, നിയമം എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ ആരോ പെട്ടെന്ന് മനസ്സിൽ നിയമത്തെ കുറിച്ച് ചിന്തിച്ചു. ഞാൻ അവരോട് പരിശുദ്ധാത്മാവിന്റെ മറുപടി, ആ നിയമം എന്തോ ആയിക്കോട്ടെ, എന്റെ കർത്താവിന് ഒരു നിയമത്തിനും ഒതുക്കാൻ കഴിയത്തില്ല. Government is on his shoulders. Hallelujah. ഇന്ന് അങ്ങനെ കർത്താവിന്റെ കൂടെ വസിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ദൈവസാന്നിധ്യം ഉണ്ടല്ലോ, അവനോട് കൂടെ വസിക്കുമ്പോൾ നമ്മൾ അധികം ഫലം കായ്ക്കും. പിന്നെ ഒരു സത്യം ഞാൻ പറയാം, ആത്മാക്കളെ നേടാൻ ശ്രമിക്കണ്ട, നമ്മൾ വസിച്ചാ മതി, നേടും. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ വസിക്കുമ്പോൾ പിന്നെ നമ്മൾ ശുശ്രൂഷിക്കാൻ ശ്രമിക്കണ്ട, നീ ചെയ്യുന്നതെല്ലാം ശുശ്രൂഷയാവും. ഹല്ലേലൂയ. ഓ, ഇന്ന് ദൈവത്തിന്റെ ഭവനക്കാർ എത്ര പേരുണ്ട്. അവൻ ഇഫ് യു ആർ ഹാപ്പി കർത്താവിന്റെ ഭവനത്തിലായിരിക്കാൻ, കർത്താവിന്റെ വലിയ സാന്നിധ്യം ഈ സമയത്ത് തന്നെ എല്ലാ ഭവനങ്ങളിലും. താങ്ക് യു ജീസസ്. And let there be a release, oh Lord Father. Yes, right now, a release of love, a release of joy, a release of peace. Oh, Rabba Kashena Ranturaba Sethe. കുടുംബങ്ങളിൽ വീട്ടിലുള്ള കുടുംബമായിട്ട് തെറ്റിയിരിക്കുന്ന ആരോ, someone with some misunderstanding with your family, this is your time. Tell Jesus, and the next instance itself, speak to your family, because our God is a God of love, God of peace, God who loves to dwell with us. ഈ സമയം തന്നെ എല്ലാ സ്ഥലങ്ങളിലും കർത്താവിന്റെ മഹത്വം, അവൻ തന്നെ ഇറങ്ങി വന്ന്, യെസ് ജീസസ്, ഓ രാമശാന്തുന റീബിരിയാഞ്ചലമുനമശ്. താങ്ക് യു ജീസസ്. സമയത്ത് കർത്താവ് എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ, അലർജികൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവ് പറയുന്നു, അലർജികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക. ഓ റാബാ സന്ധുനാരാന്തേ. I know the Lord is molding certain hearts right now. Thank you, Jesus. When you surrender right now, it is His love which covers you. You need not do anything. If you don't know, just tell Him you don't know. Oh, Jesus. Thank you, Jesus. I experience a love gushing from Him. സ്നേഹത്തിന്റെ ഒരു ഒഴുക്ക്. എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഇങ്ങനെ ചെയ്യാൻ വേണ്ട. യേശുവിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? യേശുവിന്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ?
നീ ചെല്ലുന്നിടമെല്ലാം, wherever you step in, it is God who steps in there. Wherever you speak, it is God who speaks over there. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നോക്കി നിങ്ങൾ കൽപ്പിച്ച്, നിങ്ങളല്ല, നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നവനാ കൽപ്പിക്കുന്നത്. ഓ രാമാശാന്തുന, മക്കളുടെ ഭാവിയെ അനുഗ്രഹിച്ച് യേശുവിന്റെ നാമത്തിൽ. ഓ രാമാസംധെരേബേഖേരിയാന്ന്, മാതാപിതാക്കളെ അനുഗ്രഹിച്ച്, ഫാമിലീസ് ആയിട്ട് ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെസ് ഈച്ച് അതർ. Bless them in the name of Jesus. Oh, it's a gift from heaven. Nandi Yeshua. Lord, thank you for leading us, Lord Jesus. Holy Spirit, thank you for your word. And I know you have, Lord, done many healings, O Lord Father. Lord, many allergies you have healed, bone-related problems you have healed, O Lord Father. Yes, Jesus. Thank you for, Lord, doing mighty miracles. And thank you for confirming us that you are there with us even today. And you love to have fellowship with us, Lord Jesus. Lord, we surrender, Lord Father, where there are many times, Lord Father, where I not given into that fellowship, Lord Father. I'm sorry, Jesus. We desire, Holy Spirit, to have that fellowship every time. Thank you for leading each and every one of them. Lord, I pray for the Canada Church, Lord Father. Oh, in the name of Jesus, Lord, let this coming year, Lord Father, we're going to see a harvest which no eye has ever seen. In the name of Jesus, into every province, every state, in every area, Lord Father, let many be saved, Lord Father. In the name of Jesus, every word which the children of God speak, Lord Father, let it be words filled with the love of God. And people are going to be drawn to the words of love. People are going to be drawn to the words of hope which you have. When you speak, people are going to be drawn towards you, because you are not lifting your name, you are not lifting the name of the church, you are lifting the name of the one when he is raised, everyone are attracted to him. Oh, Rabba Shamduna Rama, the children will prophesy, young men and women shall see visions, they shall dream dreams, and all supernatural experiences are going to happen for those who love God. Oh, Rama Shamduna Rabba Khasantere Berianduna. Rema Ramduna Rama Shamduna Rama Sand. And I know the Lord is putting his flame into the hearts of many. Thank you, Jesus. തന്റെ അഗ്നിയാൽ തന്റെ ശുശ്രൂഷകരെ അഗ്നി ജ്വാലയ്ക്ക് സമമാക്കുന്നവനെന്ന് പറഞ്ഞു. താങ്ക് യു ജീസസ്. കർത്താവ് ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവെ പ്രത്യേകിച്ചും ജയവിവരനായ കർത്താവ് ജയവിങ്ങളെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ശക്തമായിട്ട് ഉപയോഗിക്കണം. ആ ദേശത്തിന്റെ അനുഗ്രഹമാണല്ലോ കർത്താവ്. യെസ് ലോർഡ്, കാനഡ മുഴുവൻ, കാനഡ വിൽ ബി സേവ്ഡ് ഓ ലോർഡ് ജീസസ്. കാനഡ മുഴുവൻ യേശുവിന്റെ സ്നേഹത്തെ കാണട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. Hallelujah. 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 What a beautiful Jesus we are serving. What a beautiful Jesus who is loving us. Hallelujah. അവൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര മനോഹരമായ വചനം. എനിക്ക് ആക്സസ് ഉണ്ട്, ഞാൻ കയറി ചെല്ലുമ്പോൾ ആരാന്ന് ചോദിക്കത്തില്ല. ബിക്കോസ് ഹി നോസ് മീ. ഹല്ലേലൂയ. എന്നെ പേർ ചൊല്ലി വിളിക്കുന്നവൻ, എന്നെ വിളിക്കുന്നവൻ, ഹല്ലേലൂയ, അവൻ എന്നെ നന്നായി അറിയാം. ഒന്ന് വിളിച്ചു പറഞ്ഞേ, എൻ്റെ യേശുവിന് എന്നെ നന്നായിട്ട് അറിയാം. എന്നെ ഒരു അപരിചിതനെ പോലെയല്ല കാണുന്നത്. വെൻ ഐ വാക്ക് ഇൻ, ഹി നോസ് ആൻഡ് ഹി കോൾസ് മീ ബൈ നെയിം. ഹല്ലേലൂയ. ഒരു ഇൻട്രൊഡക്ഷൻ്റെയും ആവശ്യമില്ല. യേശു ക്രിസ്തുവിലൂടെ ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഇന്ന് യേശുവിനെ പോലെ തന്നെ പിതാവ് നോക്കുന്നത്. യേശുവിൻ്റെ എന്ത് വില യേശുവിന് സ്വർഗത്തിലുണ്ടോ, യേശുവിന് എന്ത് പദവിയുണ്ടോ, അതേ പദവിയിൽ ഇന്ന് എന്നെയും നിങ്ങളെയും സ്വർഗം വാല്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കേട്ട വചനത്തെ ഒന്ന് ഏറ്റെടുത്തേ. പറഞ്ഞേ, ആരാധിക്കുന്നത് ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കൾച്ചറൽ ഷോക്ക് ഉണ്ടാവും. ഹല്ലേലൂയ. അവിടെ ചെല്ലുമ്പോൾ കൾച്ചറൽ ഷോക്ക് ഉണ്ടാകരുതെന്ന് പറഞ്ഞേ. ഈ ചുറ്റും നിൽക്കുന്നവരെയൊക്കെ നമ്മൾ വീണ്ടും കാണുമ്പോൾ ആരാധനയിൽ 24/7 ആരാധനയോ, സമയമില്ല. സമയം നോക്കി ആരാധിക്കാൻ നമുക്ക് വാച്ചില്ല. 24/7 ആരാധിക്കുമ്പോൾ ക്ഷീണിക്കാതെ ആരാധിക്കണമെങ്കിൽ പ്രാക്ടീസ് ചെയ്തോ ഇപ്പോഴേ. ഓ ഹല്ലേലൂയ. കുടുംബത്തെ സ്നേഹിച്ചു തുടങ്ങിക്കോ.
ആർക്കും ബോറടിക്കാനില്ല. ഇവിടെ വെച്ച് എങ്ങനെയെങ്കിലും ഇതൊക്കെ കഴിഞ്ഞ് രക്ഷപ്പെട്ട് അവിടെ ചെല്ലും വേറെ ആൾക്കാരെ കാണാമെന്ന് വെച്ചത് ഇപ്പം മതിയാക്കിയല്ലോ. ഇന്നുകൊണ്ടത് നിർത്തിക്കോ. ഇതൊക്കെ തന്നെ കാണാൻ പോകുന്നു. ഇവരെ തന്നെ കണ്ട് നമ്മൾ സന്തോഷിക്കും. ഇതിൽ നിന്ന് ഒരാൾ പോലും മിസ്സാവാതെ, ഇനിയും നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഒരാൾ പോലും സ്വർഗത്തിൽ ഞാൻ ചെല്ലുമ്പോൾ മിസ്സാകാതെ എനിക്ക് കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് ആസ്വദിച്ച്, കർത്താവിനെ വെള്ളത്തിൽ കിടക്കുന്ന മീനിന് എപ്പോഴെങ്കിലും ദാഹിക്കുമോ? അതുപോലെ നമ്മൾ അവൻ്റെ സ്നേഹത്തിനകത്താണ് കിടക്കുന്നത്. വി ആർ ഇൻ ഹിസ് ലവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ചുറ്റും അവൻ്റെ സ്നേഹം നിൽക്കുന്നതുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഇന്ന് ജസ്റ്റിൻ ബ്രദറിൽ കൂടെ കേട്ടത് യേശുവാണ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ. ആ വാക്യം പറയുന്നത് സാക്ഷാൽ ആകുന്നത് പോലെ. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. It is not from a man, it is from him itself. Amen. Hallelujah. Amen. Let us be in that fellowship. Oh, hallelujah. ആ ഫെലോഷിപ്പിനകത്ത് നമ്മൾ ഒന്നിരുന്നേ. ഞാനും യേശു ഒന്നുപോലെയാണ്. ഞങ്ങൾ ഒന്നിച്ചായിരിക്കുന്നത്. അവൻ പറയുന്നത് ഞാൻ കേട്ടോണ്ടും ഞാൻ പറയുന്നത് അവൻ കേട്ടോണ്ടും 24/7 ആ റിലേഷനകത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് അറിയുമ്പോൾ എല്ലാ ഭയവും മാറിപ്പോവും. Just keep on proclaiming it. Hallelujah. Continual fellowship and continual confession. ഓരോ നിമിഷം ഞാൻ എന്നോട് തന്നെ പറയണം, ഇതെൻ്റെ കർത്താവ് സംസാരിക്കുന്നത്, ഞാൻ അവൻ്റെ വകയാണ്, ഞാൻ അവൻ്റേതാണെന്ന് പറയുമ്പോൾ ഇന്ന് കേട്ട വചനം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കും. സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്ക് ചേർന്ന് ജസ്റ്റിൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ കരങ്ങളും മകൻ്റെ നേരെ നീട്ടിക്കുക. ഹല്ലേലൂയ. കർത്താവെ അത്ഭുതകരമായിട്ട് കർത്താവിനെ ഉപയോഗിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഇതുവരെ കണ്ടതൊന്നുമല്ല. യു ആർ ഗോയിങ് ടു ചേഞ്ച് ഹിം immensely, and we know that he will be used as a sharper tool in your kingdom, and he will reap many souls, he will edify many people, and we know that his ministry is going to spread all around the world. Amen. Everywhere we bless him in the name of Jesus. We bless him with all your might and power. When he opens the mouth, let your fire flow through him, let that love flow through him. Whoever sees him, let them see Jesus instead. Hallelujah. No more Justin brother, no more person. It should be Jesus. Oh, hallelujah. കാണുന്നവർ ശുശ്രൂഷിക്കുന്ന സമയത്ത് യേശു സംസാരിക്കുന്നത് പോലെ കേൾക്കുവാൻ കൃപാവരങ്ങൾ അനേകമാകത്തിരിക്കുന്നത് മുഴുവൻ ജ്വലിച്ചുയരുമ്പോൾ കർത്താവെ ലോകം അറിയപ്പെടത്തക്കോണം, കർത്താവെ ലോകത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ, കർത്താവെ ഡ്യൂറിങ് ദിസ് പാൻഡമിക് പീരിയഡ് we know that you are breaking all the barriers. You are opening your world. Hallelujah. And every ear will hear your name. Oh, hallelujah. യേശുവിൻ്റെ നാമം എല്ലാ ചെവികളും കേൾക്കത്തക്കവണ്ണം, എല്ലാവരും കേൾക്കത്തക്കണം. സുവിശേഷത്തിനെ കർത്താവ് ലോകം മുഴുവൻ സുവിശേഷം കൊണ്ട് നിറയ്ക്കുമ്പോൾ കർത്താവ് നിൻ്റെ മകനെ നീ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ചേർന്ന് കാനഡ സഭയായിട്ട് ചേർന്ന് ജസ്റ്റിൻ ബ്രദറിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മകൻ്റെ എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടട്ടെ, തൊടുന്നത് സകലതും അനുഗ്രഹിക്കപ്പെടട്ടെ, ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വചനവുമായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവെ ഒരു വാക്ക്, കർത്താവെ ഒരു വാക്ക് ആദ്യം അറ്റർ ചെയ്യുമ്പോൾ തന്നെ കർത്താവ്, when he just started uttering a single word, let the Shekinah presence glorify over there. Let it come descend upon people. Oh, hallelujah. ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. എല്ലാ നിറവിനാലും നിറയ്ക്കണം. കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, സകല മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്നു, എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ മകനെ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. Thank you so much, Justin brother. I know that this is a time to take your next arrow because you are going to the main meeting, and I think people are waiting for you for many things. Hallelujah. ഞാൻ എപ്പോഴും ഓർക്കും, ജസ്റ്റിൻ ബ്രദർ ഏത് കാര്യം പറയുകയാണെങ്കിലും ഇവിടുന്ന് വിളിക്കുമ്പോഴും തങ്കൂർ ജസ്റ്റിൻ ബ്രദറിനോട് പറഞ്ഞേക്കാൻ പറയും. Hallelujah. ഇഷ്ടം പോലെ ജോലി ഇങ്ങനെ ഏൽപ്പിച്ച് വെച്ചിരിക്കുക, but still his grace is sufficient for you, and we bless you to handle all of these things. Hallelujah. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഞങ്ങൾ സഭയായിട്ട് ഒരിക്കൽ കൂടെ ആ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. It was a blessing to have you among with us. Thank you so much. And for all the TNTs, we are planning something big, and that thing is in the pipeline, and Justin brother will be there, and we are going to have a big plan. I'll see the TNTs more often in the coming times. Yeah. God So bless you. as Thangu brother said, we are going to have a special thing for Canada for TNTs, and that burden is also on his shoulders now.
Hallelujah. I put all burdens on Jesus. I don't carry Amen. any burdens. That is why you are handling all those things, because you are putting all the things on his shoulders, right? Because he told us to give all those things to his shoulders, and we are helpless because he asked for it. Hallelujah. So we bless you once again. Thank you so much. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ജസ്റ്റിൻ ബ്രദറെ. ഇനിയുള്ള കാര്യങ്ങളിലും കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. വീണ്ടും ശുശ്രൂഷിക്കാനായിട്ട് നമുക്ക് കാണാം. And we are going to see him often. God bless you. Thank you, Jesus. Hallelujah. Hallelujah. Thank you, Jesus. കർത്താവിനെ ആർത്ത് വിളിച്ചൊരിക്കൽ കൂടെ ഒന്ന് മഹത്വപ്പെടുത്തുക. കർത്താവ് കേൾപ്പിച്ച ഓരോ വചനത്തിനും കേൾക്കുന്ന ഓരോ കാര്യങ്ങൾക്കും കർത്താവിനോട് നന്ദി പറയുക. താങ്ക് യു ജീസസ്. വചനത്തിലിരിക്കുന്ന ജീവൻ വ്യാപരിക്കാൻ, വചനത്തിലെ ജീവൻ ഏറ്റെടുത്തോണ്ട് സന്തോഷത്തോടെ പോകാൻ, ആ കൂട്ടായ്മയ്ക്കകത്ത് നിൽക്കാൻ. കൂട്ടായ്മയ്ക്കകത്ത് നിൽക്കുക എന്ന് പറയുന്നത് വിത്തിൻ എ സിംഗിൾ മൊമെൻറ്റ് യു ക്യാൻ ജസ്റ്റ് ഗോ ദെയർ ആൻഡ് ടോക്ക് ടു ഹിം ആൻഡ് ദെൻ dwell in heaven and live in this earth. എപ്പോഴും അവിടെ വസിച്ചുകൊണ്ട്, പണ്ട് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞ കൈ നീട്ടി അവൻ്റെ തോളത്തിരുന്നുകൊണ്ട് കൈ നീട്ടിയാണ് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ വി ആർ റെസ്റ്റിംഗ് ഓൺ ഹിം. അവനിൽ ഇരുന്നുകൊണ്ട് കൈ നീട്ടി എല്ലാത്തിനകത്തും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടുമ്പോഴൊന്നും എൻ്റെ കാല് തറയെ മുട്ടത്തില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഞാൻ കാല് തറയെ കുത്തുന്നില്ല. ഈ ഭൂമിയിലേക്ക് ഞാൻ നടക്കാൻ ഇറങ്ങുന്നില്ല. ഞാൻ അവനിൽ ഇരുന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കുഞ്ഞിന് ഏറ്റവും സുരക്ഷിതത്വമുള്ളത് അവൻ്റെ അമ്മയുടെ കയ്യിലിരിക്കുന്ന അല്ലേ, അവിടെ ഇരുന്നുകൊണ്ട് എല്ലാം ആസ്വദിക്കുന്ന പോലെ ഇന്ന് യേശുവിലിരുന്ന് ആസ്വദിച്ച്. ഞാൻ ജോലിക്ക് പോകുമ്പോഴും ഞാൻ ഇരിക്കുന്നത് അവൻ്റെ മാറോട് ചേർന്നാണ്. ഞാൻ അവിടെ ഇറങ്ങി നിൽക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ജോലിക്ക് പോകുന്നിടത്ത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലികളിൽ ഞാൻ ഇടപെടുന്ന കാര്യങ്ങളിലൊന്നും ഞാൻ അതിലേക്ക് ഇറങ്ങുന്നില്ല. ഞാൻ അവനിൽ ഇരുന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഐ എം ഇൻ ഹിം ആൻഡ് ഐ എം ഡൂയിങ് ഓൾ ദോസ് തിങ്സ് because that is the safest place. ഞാൻ അവൻ്റെ കൂട്ടായ്മയ്ക്കകത്താണ് നിൽക്കുന്നത്. താങ്ക് യു ജീസസ്. ഞാൻ ജസ്റ്റിൻ ബ്രദറിനെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. യങ്സ്റ്റേഴ്സിൽ ഇപ്പോഴത്തെ TNTയിൽ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മകനാണ്. ഹീസ് എ വെരി നൈസ് പേഴ്സൺ ആൻഡ് ഹീസ് ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ആൻഡ് ഹീസ് ഹാവിങ് ദ പാഷൻ. ഇന്ന് ഞാൻ കുഞ്ഞുങ്ങളോട് പറയാൻ എനിക്ക് മാത്രമേ ഉള്ളൂ, കീപ് ദ പാഷൻ. ഹൈദരാബാദിൽ ഫുൾ ടൈം അവിടെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഫുൾ ടൈം കോട്ടയത്താണ് ശുശ്രൂഷിക്കുന്നത്. കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കുന്നു ഇനിയും അനേക സ്ഥലങ്ങളിൽ, എസ്പെഷ്യലി എമംഗ് TNTs. ഹല്ലേലൂയ. കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കേട്ടവരും കണ്ടവരും നിങ്ങളുടെ ശുശ്രൂഷ കേട്ടിട്ടുള്ളവരും എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കാരണം ദാറ്റ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ യു. താങ്ക് യു ജീസസ്. കർത്താവ് തിരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുമ്പോൾ കർത്താവിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തതിനായിട്ട് സ്തോത്രം. ഇനിയുള്ള ദിവസങ്ങളിലും ഐ റിയലി ലവ് ടു ഹാവ് പീപ്പിൾ എമംഗ് us because it is nice to have such experience. തങ്കു ബ്രദർ എപ്പോഴും പറയും, ബ്രദറെ ഈ ഇവാഞ്ചലിസ്റ്റുകൾക്കൊരു ഗുണമുണ്ട്, അവർ കല്യാണം കഴിക്കാത്ത ബാച്ചിലേഴ്സിൻ്റെ കൂട്ടാണ്. അത് പല സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷിക്കുന്നവർക്ക് അവർ ഈ ബാച്ചിലേഴ്സിനെ പോലെ അടിച്ചു പൊള്ളിച്ച് ജീവിക്കാം. കാര്യം വലിയ ബേർഡനൊന്നുമില്ല, ഇങ്ങനെ ഓരോരുത്തരത്ത് പോയി ശുശ്രൂഷിച്ച് നല്ല സുഖമായിട്ട് അങ്ങനെ പോകാം. പക്ഷേ ഒരു സഭയെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബം നോക്കാൻ മുഴുവൻ കാര്യങ്ങളും തോളത്തേൽപ്പിക്കുന്ന പോലെ. അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾക്കും പല സമയത്തും ഒരു ബോറടി മാറണമെങ്കിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉള്ളത് നല്ലതാണ്. ഹല്ലേലൂയ. പാസ്റ്ററൽഷിപ്പും ഇവാഞ്ചലൈസേഷനും തമ്മിലുള്ള വലിയ വ്യത്യാസം അതാണ്. കാരണം മറ്റേതൊരു കുടുംബത്തെ നമ്മൾ നോക്കി നടത്താം. നമുക്ക് സാധാരണഗതിയിൽ ഈ ഒരു പ്രായമാകുമ്പോൾ നമ്മൾ ഏകദേശം ഈ ടീനേജൊക്കെ എത്തുമ്പോൾ പറയത്തില്ലേ അപ്പന്മാർക്കൊന്നും വിവരമില്ലെന്ന്. പണ്ടത്തെ കാലത്ത് പിള്ളേർ പറയാറുണ്ടല്ലേ. ഹല്ലേലൂയ. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് അപ്പൻ്റെ ജീവിതാനുഭവങ്ങൾ പഠിച്ച് ആ പൊസിഷനിലെത്തുമ്പോൾ മക്കൾക്ക് മനസ്സിലാകുന്നത് ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. ഹല്ലേലൂയ. സോ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. ഇനിയും അനേകം ആൾക്കാർക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കർത്താവൻ അനേകം കാര്യങ്ങൾ കർത്താവ് ദൈവദാസന്മാർക്ക് പറഞ്ഞു തരുന്നത് കൂട്ടായ്മയിൽ, യേശുവിൻ്റെ കൂട്ടായ്മയ്ക്കകത്തായി നിൽക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം അവന് നമ്മളെ നന്നായിട്ട് അറിയാം. ആ കൂട്ടായ്മയ്ക്കകത്തേക്ക് കയറി നിന്നുണ്ട്. കർത്താവിനെ ഒരിക്കൽ കൂടെ ആർത്ത് വിളിച്ച് മഹത്വപ്പെടുത്തി. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ.